ഭയങ്കര ഫാനാണ്. സ്റ്റേജിൽ കൊണ്ടുവരുന്ന എനർജി, സ്റ്റേജിൽ കളിക്കുന്ന ഡാൻസ്, അതൊക്കെ അൺബിലീവബിൾ, നമുക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. ആൻഡ് ഈ പറഞ്ഞ പോലെ മ്യൂസിക് പ്രൊഫഷണലി പഠിച്ചിട്ടില്ലാത്ത ഒരാളാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പിന്നെ നമുക്ക് അതിനൊരു കൗതുകം കൂടാണ്. ഇതെങ്ങനെ സാധിക്കുന്നു? മ്യൂസിക്കിന് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, പഠിക്കാത്ത ഒരാളാണ്. ഇതൊരു എന്റെ ഉപജീവന മാർഗമായിട്ട് കൊണ്ടു നടന്നാണ്. അതായത് പാട്ടുരംഗത്തേക്ക് മറ്റ് വലിയൊരു പേരും പ്രശസ്തി നേടാൻ വേണ്ടി വന്നതല്ല. എനിക്ക് എന്റെ നല്ല നിലയില് നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വസ്ത്രം, നല്ല വീട്ടിൽ കിടന്ന് നല്ല കാറ്, ഇതൊക്കെ ചെറുപ്പത്തിലുള്ള എന്റെ സ്വപ്നമായിരുന്നു. അതിൽ നിന്ന് വന്നതാണ്. അല്ലാണ്ട് എനിക്ക് സംഗീതമോ സംഗതിയോ ഒന്നും അറിയില്ല. പക്ഷെ ജനങ്ങളുടെ എന്നെ അവര് എന്താ പറയാ ആ നെഞ്ചോട് ചേർത്തത്, ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ സ്തുതിക്കുന്ന അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇപ്പോഴും നല്ല ഇതിലാണ് എന്നെ അവർ ഏറ്റെടുക്കുന്നത്. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം തുറന്നപ്പോ തൊട്ട് തുറക്കുമ്പോ മൊത്തം കാണുന്നത് ആയിഷ ബീവിയുടെ പാട്ടുകൾ പാടുന്ന സീനത്ത് മാമിനെയാണ്. ഈ പാട്ട് എന്നെ പാടാൻ വേണ്ടി പറഞ്ഞിട്ട് 1.5 വർഷമായി എന്റെ പിറകെ ബാപ്പു വെള്ളിപറമ്പും മൊയ്തു ഇവരും കൂടി എന്നെ വന്നിന്ന്, അവർ രണ്ടാളും കൂടി എന്നെ ഇതിലേക്ക് വിളിച്ചിട്ട് 1.5 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചതാ. പക്ഷെ ഓരോ ദിവസം എനിക്ക് ഭയങ്കര മടിയാ സ്റ്റുഡിയോയിലൊക്കെ പോയി പാടാൻ. ഇങ്ങനെ പോയി സ്റ്റേജിൽ പോയിട്ട് പാട്ട് പാടുന്നില്ലാണ്ട് സ്റ്റുഡിയോ കുറവാണ്. പണ്ട് ഭയങ്കരമായിരുന്നു. സീനത്ത് വോളിയം 1, 2, 3, 4, 5, മുജുല സീനത്ത്, നിയാണ് സീനത്ത്, സീനത്തിൽ സിൽസില, പിന്നെ സീനത്തിൽ ബദർ, സീനത്തിൽ സുൽത്താന, ഇതൊക്കെ എന്റെ പേരിലാണ് അന്ന് ഈസ്റ്റ് കോസ്റ്റ് അവരൊക്കെ ഇറക്കിയത്. പക്ഷെ അതിനുശേഷം ഒരു ചെറിയ ഇടവേള വന്നപ്പോ ഈ സ്റ്റുഡിയോ ഒക്കെ ഭയങ്കര മടിയായിരുന്നു എനിക്ക്. പക്ഷെ 1.5 വർഷങ്ങൾക്ക് മുമ്പ് ഏൽപ്പിച്ച ഞങ്ങൾക്ക് വന്നിട്ട് ഒന്ന് പാടിത്തരോ എന്ന് അവര്. അതിന് ബാപ്പുക്കും ഈ മൊയ്തു എന്ന് പറഞ്ഞ ആളും നമ്മളെ പുതിയതൊരു ഇക്ബാലിന്റെ സ്റ്റുഡിയോയിൽ വന്നിട്ട് എന്നെ വിളിക്കുക, സീനത്ത് എവിടെ ഉള്ളതെന്ന് വെച്ചിട്ട്. അന്നേരം ഞാൻ പറഞ്ഞവരും ഞാൻ കാസർഗോഡാണ്. സാരില്ല, നീ കാസർഗോഡ് ആയിക്കോട്ടെ, ഞങ്ങൾ നിന്റെ വീട്ടിലൊന്ന് വീട് കാണാൻ വരുന്നുണ്ട്, അപ്പൊ ഞാൻ കിടന്നുറങ്ങാം. ഞാൻ പറഞ്ഞു ബാബുക്കാ വരണ്ടാതാ, ഞാൻ കാസർഗോഡ് വീട്ടിലെത്തി, ഞാൻ അങ്ങോട്ടേക്ക് വരാം. അങ്ങനെ ഒരു പാട്ട് പാടാൻ വേണ്ടി പോയിരുന്ന 5 പാട്ട് പാടി. ഒറ്റ പാട്ടോടെ 1.5 മണിക്കൂറിനുള്ളിൽ 5 പാട്ട് പാടി പൂർത്തിയാക്കി. അത് നമ്മൾ ഈ അസീസ് തായ്നേരിന്റെ സ്റ്റുഡിയോയിൽ പണ്ട് താരയായിട്ട് റെക്കോർഡിംഗിൽ കേസിൽ പാടിയതുകൊണ്ട് നമുക്ക് കൂടുതലായിട്ടൊരു ബുദ്ധിമുട്ടോ പ്രയാസങ്ങളോ പാടുമ്പോൾ വരില്ല. പിന്നെ ഇന്നത്തെ പാട്ട് എന്ന് പറയുന്നത്, ടേക്ക് എടുക്കുന്ന പറയുന്നത്, അന്ന് ഒരു പാട്ടിന്റെ ഒരു വരി തെറ്റിപ്പോയാ ഫസ്റ്റ് തൊട്ടിട്ട് പാടണം. ഇന്ന് കമ്പ്യൂട്ടറിൽ വേഗം എടുത്തെടുത്ത് പോവാലോ. പക്ഷെ എന്തോ ആ പാട്ടിൽ ആയിഷ ബീബി വളരെ ഭയങ്കര ഹിറ്റായി. പിന്നെ എന്നെ ഏറ്റവും കൂടുതൽ ഇതിന്റെ ഹെൽപ്പ് ചെയ്തത് അനാൻഷയാണ്. എനിക്ക് അദ്ദേഹത്തിന്റെ പേര് പറയുമ്പോൾ പോലും ഭയങ്കര സങ്കടമാണ്. കാരണം അത്രയും അദ്ദേഹത്തോടുള്ള ഒരു ഭയങ്കര എന്തോ ഒരു കടപ്പാടാണ് എനിക്കിപ്പം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ എന്ന് പറഞ്ഞിട്ടാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റേജിലേക്ക്. തീർച്ചയായിട്ടും അനാൻഷ പറയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സിംഗർ ആണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു, പറഞ്ഞു ശരിക്കും സീനത്ത് ഞാൻ ഏറ്റവും ഇഷ്ടമുള്ള സിംഗറാണ്. അതായത് അനാൻഷാന്റെ അടുത്ത് എത്തിക്കാൻ നമ്മൾ ശരിക്കും ഞാൻ നിൽക്കുന്ന ഒരു സ്റ്റേജാണെന്ന് പോലും ഞാൻ മറന്നു നോക്കുന്നുണ്ട്. കാരണം അനാൻഷാന്റെ അനിയന്മാരെ പ്രോത്സാഹനം, അനാൻഷാന്റെ ഉമ്മാന്റെ പ്രോത്സാഹനം. ഇപ്പോഴും ഫോൺ വിളിക്കത്താം, ഏത് സമയത്ത് അനാൻഷാനെ വിളിച്ചാലും ഉറങ്ങുന്നുണ്ടെങ്കിൽ മാത്രമേ അനാൻഷ ഫോൺ എടുക്കാതിരിക്കും. അല്ലാത്ത സമയത്ത് അനാൻഷ ഫോൺ എടുക്കും. എന്തേന്ന് ചോദിച്ചിട്ട് മറുപടി തന്നിട്ട് അനാൻഷ ഫോൺ. എത്ര തിരക്കുള്ള ആളാണ് അനാൻഷ. അങ്ങനെ എന്നെ ആരും എനിക്ക് ആ സപ്പോർട്ട്, എന്റെ ഈ ജീവിതം ആരും എനിക്ക് എതിരാരൊന്നുമില്ല, എന്നെ ആരും വളരുന്നതിൽ നിരുത്സാഹപ്പെടുത്തുന്നവരുമില്ല. പക്ഷെ അനാൻഷ ഒരു വല്ലാത്ത സംഭവമാണ്. ഭയങ്കര മനുഷ്യത്താണ്. ഞാനും അനാൻഷ ഇതിനു മുമ്പ് ഖത്തറിലുണ്ടായിരുന്നു. നമ്മൾ രണ്ടാളും ഖത്തറിൽ പോയപ്പോ അനാൻഷ ഇതുപോലെ എന്നോട് അവിടെ നിന്ന് പറഞ്ഞു, നമുക്കൊരു 4 പേര് സുർമ പാടിയിട്ടിടാല്ലേ. സത്യത്തിൽ ഞാൻ പറയട്ടെ, അന്ന് എനിക്ക് അനാൻഷൻ അങ്ങനെ അറിയില്ല, ആരാന്നറിയില്ല. കാരണം നമ്മളതായ ഏജിലുള്ള ഇതിലേക്ക് കുട്ടി 25 വയസ്സുള്ള കുട്ടിയാണ്. പക്ഷെ അവിടുന്ന് എന്നോട് നമ്മളെ രഹന മാർക്കോസേട്ടനൊക്കെ പറഞ്ഞത് എന്നോട്, ഞാൻ ചോദിക്കാണ് പോലീസുകാരൊക്കെ ഇറങ്ങിയപ്പോ, ഇതെന്താണ് നമ്മൾ ഈ സ്റ്റേജിന്റെ അവിടെ ഇങ്ങനെ ജനങ്ങള്. അപ്പൊ പറയാണ് അനാൻഷാനെ കാണുമ്പോ അവർ ആരാ അനാൻഷാ. അപ്പൊ ഈ അനാൻഷാക്ക് എന്നെ അറിയാം, അനിയന്മാർക്കും. അവരെന്നെ കണ്ടപാട് ആരില്ല എന്നെ അങ്ങ് ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. എനിക്ക് ഇന്നും അനാൻഷ അനിയന്മാർ ചെയ്തത് എനിക്കിങ്ങനെ ഓർമ്മ വരാം. അതിനുശേഷം അനാൻഷ തന്നെ വേണ്ടി വന്നു ഇത്രയും ഇതൊന്ന് ഹീറ്റാക്കി എടുക്കാൻ. ഭയങ്കര ഇതാ. ഇപ്പൊ അനാൻഷ കാസർഗോഡ് പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ മേലാറ്റൂർ ഒരു പരിപാടി ഉണ്ടായി. അപ്പൊ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മേലാറ്റൂരിൽ സീനത്താനെ കൊണ്ടുവരുന്നുണ്ട്, പക്ഷെ സീനത്ത് ആരോടും പറയരുത്. അത് അവര് ചോദിച്ചത്ര സീനത്താനെ കിട്ടുമെന്ന്. അന്നേരം പറയാ സീനത്തില്ല, സീനത്തൊക്കെ ബിസിയാണ്.
പക്ഷെ ഇതൊന്നും ഞാൻ അറിയുന്നില്ല. അങ്ങനെ എന്നെ കൊണ്ടുപോയി. നമ്മള് റൂമില് അവരുള്ള റൂമിൽ അവിടെ കുറെ സിനിമക്കാരൊക്കെ ഷൂട്ടിങ്ങുകാരൻ നടന്മാരൊക്കെ ഷാഫി അവരെല്ലാം ഉണ്ട്. തന്നെ അവര് വന്നിട്ട് ക്യാമറ ഓഫാക്കി ലൈറ്റ് ഓഫാക്കി എന്നിട്ടാണ് എന്റെ മേലെ കയറ്റിയത്. ആരും അറിയാൻ പാടില്ലല്ലോ, ഇവരും അനിയന്മാർ അവര് മാത്രമേ അറിയുന്നുള്ളൂ. അവിടുന്ന് അതിനെ തിരിച്ചിട്ടും വണ്ടിയിൽ കയറ്റിയത് പർദ്ദ ഇട്ടിട്ട് മുഖംമൂടി ഇട്ടിട്ട് ഇതാക്കിയ. അങ്ങനെ സ്റ്റേജിന്റെ അടുത്തേക്ക് അനാൻഷാന്റെ ഉമ്മ ഉണ്ട്, ഉമ്മ സുഹൃത്തുക്കളെ ഭാര്യമാര് നമ്മളെല്ലാരും ഒരു കാറിൽ ഇരുന്നിട്ട് പിന്നെ പർദ്ദ ഇട്ടിട്ട് പോയി. അതിനവിടെ സ്റ്റേജിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞേരം സ്റ്റേജിന്റെ അവിടെ എത്തിയപ്പോഴാണ് ഞാൻ പർദ്ദ വരുന്നത്. അന്നേരമാണ് അനാൻഷ ഞാൻ ഒരു സർപ്രൈസ് തെറ്റേ ചോദിച്ചു. അന്നേരം അവര് പറയുന്നുണ്ട് സീനത്താനെ കൊണ്ടുവരുമോ. ഞാൻ കേൾക്കുന്നുണ്ട് അത്. അനാൻഷ സീനത്താനെ കൊണ്ടുവരുമോന്ന് ചോദിക്കുന്നുണ്ട്. പറയലും എന്റെ കയറ്റും എൻട്രി. ഞങ്ങട്ട് അനാൻഷ കൈ പിടിച്ച് അങ്ങ് സ്റ്റേജിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. ആ ഒരു സീനത്ത് ആ ജനങ്ങളുടെ വിളി. അല്ല, അവരാണല്ലോ നമ്മളെ പാട്ടാറാക്കണേ, നമ്മളെ കുടുംബക്കാരല്ലല്ലോ. നമ്മള് സാധാരണ എന്ന് വെച്ചാൽ സാധാരണ നമ്മളെ കുടുംബക്കാരല്ല, നമ്മുടെ ഈ പോലെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആരാധകർ അവരാണ് നമ്മളെ പാട്ടുകാരാക്കണേ. ഇപ്പൊ ഈ ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്തും അല്ലെങ്കിൽ വലിയ പെരുന്നാളിന് ചെറിയ പെരുന്നാളിനൊക്കെ കുട്ടികളെ ഡ്രസ്സൊക്കെ മാറി പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുമ്പോഴൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ആവുന്ന പാട്ട് ഈ ബീവി ആയിഷയുടെ പാട്ടാണ്, ആയിഷ ബീവിയുടെ പാട്ടാണ്. അത് ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിട്ട് അതിന് ശേഷം പിന്നെ അതിനോട് ചേർന്ന് വന്ന മനതാരിൽ വന്നതിന് ശേഷം പിന്നെ ചുറ്റുപാട് പെൺമണിമാർ ഒത്തുകൂടി അത് വന്ന് പിന്നെ ഇതാണ് ഇപ്പൊ എന്റെ 3 പാട്ട് പിന്നെ ഇതായിട്ട്. പിന്നെ എന്റെ ഞാനും മോളും മരുമകനൊക്കെ അഭിനയിച്ചൊരു റീൽസ് വന്നത് അത് താൽബോയ്സ് ആണ്. താൽബോയ്സ് പിന്നെ അടിപൊളി സീനത്ത് പാടോ ഞങ്ങൾക്ക് വേണ്ടിട്ട് വേണോ? 4 പേര് വരെ. 4 പേര്. ആയിഷ ബിബിയാൾ മുഞ്ചിൽ ചമൈന്താന് ആനന്ദമേകുന്ന മുന്തും ലിബാസുകളെ പട്ടാരയുള്ളൊരു പൈജാമു ജുബേ ഉള്ളിക്കരയുള്ള കസവിന്റെ തട്ടവും കൈവീരൽ തന്നിലിൽ മോതിരമിട്ടാനെ കൈത്തണ്ടാലെങ്കുന്ന പല വളയിട്ടാൻ മിനുമിന്നും മിന്നുന്ന കൗതുക പൂവാള മാണിക്കല്ലാലേലെങ്കുന്ന കുറിവാള. ഞാനേ ഒരുപാട് ദിവസങ്ങളായി ഒന്ന് ഉറങ്ങിയിട്ട്. കാരണം ഇന്നലെ താജുദ്ദീൻ വടകരന്റെ കൂടെ കാനങ്ങാടായിരുന്നു. മെന്നാന്ന് പിന്നെ പെരുന്നാളിന്റെ ഹൈലൈറ്റ് മാളിലായിരുന്നു. അപ്പൊ അതിനു മുമ്പ് ഒരു ദിവസം എനിക്ക് ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം ലീവ് ഇത് കിട്ടിയിട്ടുള്ളൂ. ഇത് ഇതായതുകൊണ്ട് നോമ്പായതുകൊണ്ട് ഹജ്ജിന്റെ തലേന്നുള്ള. ഇപ്പൊ ഈ ഉറക്കം നമുക്ക് ഇല്ലാതിരിക്കുമ്പോൾ ശബ്ദത്തിന് വല്ലാണ്ട് ബാധിക്കും. എങ്കിലും ഈ ഏറ്റെടുത്ത പരിപാടിക്ക് പോവാതിരിക്കാൻ പറ്റൂലല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഏറ്റെടുത്ത പരിപാടിക്ക് പോകണം. ഇന്ന് ഉണ്ട് നാദാപുരം. ഈ പരിപാടികൾക്ക് പോകുമ്പോ കൃത്യസമയത്ത് അവിടെ എത്തണം എന്നുള്ള നിർബന്ധമല്ലേ? പിന്നെ പറഞ്ഞ പൈസ 1 രൂപ പോലും കുറയാതെ കിട്ടണം എന്ന് നിർബന്ധമുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. മറ്റെന്തൊക്കെയാ നിർബന്ധങ്ങള്? പറഞ്ഞ പൈസ 1 രൂപ പോലും ഞാനൊരു കാര്യം പറഞ്ഞിനോ അത് പറഞ്ഞത് തന്നെയാണ്. അതില് ഇനിയിപ്പോ ഇനി എന്ത് തന്നെയായാലും നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ മാത്രമേ നിങ്ങൾ എന്നെ പൈസ എടുത്ത് ബുക്ക് ചെയ്യണ്ടുള്ളൂ. നിങ്ങൾ വേണ്ട, നിങ്ങൾ എന്നെ ഒഴിവാക്കിയേ. അത് ഒരു അഹങ്കാരമായിട്ട് അല്ല ഞാൻ പറയണേ. അതായത് ഈ ഫീൽഡിൽ വന്നതിന് ശേഷം ഞാൻ അനുഭവിച്ച ഒരുപാട് വേദനകളുണ്ട്. എന്റെ മുമ്പിൽ വെച്ചിട്ട് എന്നെക്കാളും കുറച്ച് ഈ അടുത്ത കാലത്ത് വന്ന ആൾക്കാർ പോലും എന്റെ മുമ്പിൽ വെച്ചിട്ട് വളരെ ഇതായിട്ട് പൈസ ഒക്കെ ചോദിച്ചു വാങ്ങിയും ഒന്നും വിട്ടുകൊടുക്ക ഒന്നും ഞാൻ ഈ ബലം പിടിച്ചിട്ടില്ല. അറിയില്ല, ഗൾഫിൽ ഒരു പരിപാടിക്ക് മാർക്കോസ് അട്ടന്റെയും ഞാന് ഫസീൽ താത്ത നമ്മളൊക്കെ ഒരു പരിപാടിക്ക് ഗൾഫിൽ പോയപ്പോ അൽനാസ് റിസോർട്ടിൽ പ്രോഗ്രാം നടന്നു. അന്ന് ഞാൻ വന്നപാട് മൂസക്ക പീർക്ക ഞാൻ വന്നിട്ട് കുറച്ചായിട്ടുള്ളൂ. വന്നപാട് പിന്നെ ഇങ്ങനെ ഒരു ഗായകൻ, ആളെ പേര് പറയുന്നില്ല, അവർക്ക് അന്ന് ഒരു സ്റ്റേജിന് 1 ലക്ഷം രൂപയാണ് എന്ന് പറഞ്ഞ് സ്റ്റേജ് കയറുന്നില്ല. അപ്പൊ അത് ഇവര് ഈ പൈസ പിന്നെ നേരത്തെ കയറുന്നതിന്റെ മുന്നേ കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അൽനാസർ ഇസ്ലാമിലെ പോലത്തെ സ്ഥലം എന്ന് വെച്ചാൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് അവിടുത്തെ അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് എല്ലാവർക്കും കണക്ക് കൂട്ടി അവിടുത്തെ പൈസ എടുത്ത് ചെലവായി തെച്ചതിന് ശേഷം ഇവർക്ക് കൊടുക്കുള്ളൂ, ഓർഗനൈസർമാർക്ക്. അപ്പൊ നമ്മൾ ചിലപ്പോ ഇന്ന് തരും, അല്ലെങ്കിൽ നാളെ തരും, അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പായിട്ട് തരും. പക്ഷേ ഈ കക്ഷി കയറിയില്ല. മുസക്കാക്കറിയാ പേർക്ക് അവരിൽ മരിച്ചുപോയി. ഇപ്പൊ ജീവിച്ചിരിക്കുന്നത് ബീന ആന്റണിന്റെ ഭർത്താവ് മനോജ്, നമ്മളെല്ലാന്നും ഫസീൽ താത്താവ് മരിച്ചു. അപ്പം ഇവര് കയറാതിരുന്നപ്പോ എന്റെ കയ്യിൽ സ്വർണ്ണം ഉണ്ടായിരുന്നു. ഞാൻ ഇന്ന് സ്വർണ്ണം ഇട്ടിട്ടാണ്. ഞാൻ എന്റെ എല്ലാ സ്വർണ്ണം ഊരിയിട്ട് അവരെ കയ്യിൽ കൊടുത്തു. സ്റ്റേജിൽ കയറാൻ പറഞ്ഞു. അന്ന് എനിക്ക് ഈ ബുദ്ധിയൊന്നും ഇല്ല, പാട്ടിൽ ഞാൻ വരുന്നേ ഉള്ളൂ. ഞാൻ അവർക്ക് കൊടുത്ത് അയാൾ കയറിഞ്ഞ് അതിന്റെ
ഓർഗനൈസർ. ഇത്രയും ഞാൻ കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാരുണ്ട്, ഒരാളും ഈ ഹെൽപ്പ് തന്നെ ചെയ്തിട്ടില്ല. പക്ഷെ ഈ കച്ചു പറഞ്ഞ് സ്വർണം വാങ്ങണ്ട, കയറിക്കോളാം. അയാൾ ജ്യേഷ്ഠനാണ് കയറാൻ നമ്മുടെ അതാക്കിയ. അയാള് പാവാണ്. അയാള് പറയുന്നുണ്ട് ജ്യേഷ്ഠനോട്, എന്തിനാണ് ഈ മസിൽപ്പെടുത്ത, അവര് തരും. അങ്ങനെ ഞങ്ങള് പ്രോഗ്രാമിന് പോയി. ആ സ്റ്റേജ് കഴിഞ്ഞു. പിന്നെ നമുക്ക് അല്ലേയില്ല, അയ്യോ ഏട്ടനെ അയക്കൂല പൈസ കിട്ടാതെ. ഞങ്ങളൊക്കെ പോയി, കേറാൻ വിടൂല. ഇയാളെ പേരിലാണ് പ്രോഗ്രാം നടക്കണേ. ആളെ പേര് പറയില്ലേ, അദ്ദേഹത്തിന്റെ പേരിലാണ് പ്രോഗ്രാം നടക്കണേ. അപ്പൊ നമ്മളെല്ലാം വന്നിട്ടില്ല, അത്രയല്ല ആയിട്ടുള്ളൂ. ഞാൻ റംല വിഗീത്തിന്റെ പാട്ട് പാടുന്നോണ്ടാണ് എനിക്കൊരു പുതുമ. ഞാൻ അവിടെ കേറിയിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു പോകുമ്പോ നിങ്ങൾക്ക് ഞാൻ ആക്സിഡന്റ് ആയി എന്ന് പറയുന്ന പറഞ്ഞു. കാരണം ഇത്രയും ജനം ഗാലറിയിൽ ബോൾ കളി കാണാൻ ഇരിക്കണ പോലെ ആൾക്കാർ ഇരിക്കണേ. ഞാനും അങ്ങനെ സ്റ്റേജിൽ കയറി പറഞ്ഞു, കാരണം ഇതൊരു ആക്സിഡന്റ് ആണല്ലോ. ഞങ്ങൾ ഒരു പ്രോഗ്രാമിന് പോയിട്ട് നമ്മൾ ഇതിന്റെ ഓർഗനൈസർമാരെ കാര്യങ്ങൾ നേരത്തെ എഗ്രിമെന്റ് ആക്കണോ, അല്ലാണ്ട് ഇതൊരു ആക്സിഡന്റ് അല്ലേ. ഞാൻ പറഞ്ഞ അതേ ആക്സിഡന്റ് ആയിട്ട് കിടക്കുകയാണ്, ഇന്ന ഹോസ്പിറ്റലിൽ ഉണ്ട്. എന്നിട്ട് പിന്നെ എല്ലാരും പറഞ്ഞ ആള് സാരിയില്ല, നിങ്ങള് പാടിക്കോ പറഞ്ഞ്. നമ്മള് പാടി. ഞാൻ പോയിട്ട് അടിപൊളി പേര്, എനിക്ക് എത്രയോ പൈസ കിട്ടിക്കണ് സ്റ്റേജില്. അന്ന് ഇന്നലെ പറഞ്ഞ പാട് പൈസ ഒക്കെ കിട്ടും, പിന്നെ സ്വർണം കിട്ടും. അന്ന് അങ്ങനെയാണ്.